നമ്മളെല്ലാവരും തന്നെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഫാസിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമായിരിക്കും ടൈം ട്രാവൽ എന്ന് പറയുന്നത്. എന്നാൽ ഞാൻ ഞെട്ടിക്കുന്ന ഒരു കാര്യം പറയാം. അതായത് ടൈം ട്രാവൽ ചെയ്ത ഒരു വ്യക്തി നമ്മുടെ ഭൂമിയിൽ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. അതായത് ഇദ്ദേഹം നമ്മളെക്കാൾ ഫ്യൂച്ചറിലാണ് ജീവിക്കുന്നത്. സംഭവം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. സമയത്തെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ട് സംഭവങ്ങളാണ് സ്പീഡും ഗ്രാവിറ്റിയും. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ ടൈം ഡയലേഷനും വെലോസിറ്റി ടൈം ഡയലേഷൻ എന്ന് വിളിക്കുന്നത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഗ്രാവിറ്റി കൂടുതലുള്ള ഒരു മാസിന്റെ അടുത്തേക്ക് ഒരു ഒബ്ജക്റ്റ് പോവുകയാന്ന് വെച്ചാൽ ആ ഒബ്ജക്റ്റിന്റെ സമയം ഒരു ഒബ്സർവറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറഞ്ഞു വരും. അതായത് ഈ മാസിന്റെ അടുത്തേക്ക് വരുന്ന ആ ഒരു ഒബ്ജക്റ്റിന് സമയത്തിന് യാതൊരു രീതിയിലുള്ള ചേഞ്ചസ് ഉണ്ടാവില്ല. പക്ഷെ ഒരു ഒബ്സർവർ ഈ ഒബ്ജക്റ്റിനെ നോക്കുമ്പോൾ ആ ഒബ്ജക്റ്റിന്റെ സമയം കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ ടൈം ഡയലേഷൻ എന്ന് വിളിക്കുന്നത്. നേരെ മറിച്ച് വെലോസിറ്റി ടൈം ഡയലേഷൻ എന്നാ വെച്ചാൽ ഒരു ഒബ്ജക്റ്റിന്റെ സ്പീഡ് കൂടുന്തോറും ആ ഒബ്ജക്റ്റിന്റെ സമയം കുറഞ്ഞു വരും. അതും ഈ പറഞ്ഞ പോലെ ഒരു ഒബ്സർവറിനെ റിലേറ്റ് ചെയ്തിട്ടാണ്. ഇത് ഞാൻ ചെറിയൊരു എക്സാമ്പിളോടെ പറഞ്ഞുതരാം. ഒരു ഒബ്ജക്റ്റ് ഏകദേശം 99.9% സ്പീഡ് ഓഫ് ലൈറ്റിലേക്ക് ഇങ്ങനെ ആക്സിലറേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയെന്ന് വിചാരിച്ചു. അതും ഈ ഒരു ഒബ്ജക്റ്റ് 10 വർഷത്തേക്ക് ഈ ഒരു സ്പീഡിൽ ട്രാവൽ ചെയ്തു എന്ന് വിചാരിക്കാം. 10 വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു ഒബ്ജക്റ്റ് ഭൂമിയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ നമ്മുടെ ഭൂമിയുടെ സമയം ഒരു 9000 വർഷങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു ഒബ്ജക്റ്റ് വെറും 10 വർഷമേ ട്രാവൽ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അത്രയും ടൈം ഡിഫറൻസ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ വെലോസിറ്റി ടൈം ഡയലേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഗ്രാവിറ്റേഷൻ ടൈം ഡയലേഷൻ നിങ്ങൾക്ക് മനസ്സിലായി, വെലോസിറ്റി ടൈം ഡയലേഷൻ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഒരു രണ്ട് സംഭവത്തിനും നമ്മുടെ സമയത്തെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും, അതായത് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി സാധ്യതയുണ്ട്. സമയത്തിനും ഗ്രാവിറ്റിക്കും സ്പീഡിനൊക്കെ ഇങ്ങനത്തെ ഒരു എഫക്റ്റ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത് സ്പെഷ്യൽ റിലേറ്റിവിറ്റിയിലും ജനറൽ റിലേറ്റിവിറ്റിയിലൊക്കെയാണ്. അപ്പൊ ഈ ഒരു സംഭവം ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു ടൈം ട്രാവൽ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിനെയാണ് നമ്മൾ ട്വിൻ പാരഡോക്സ് എന്ന് വിളിക്കുന്നത്. അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പാരഡോക്സ് തന്നെയാണത്. ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ മാത്രമാണ് എങ്ങനെയാണ് ഇദ്ദേഹം നമ്മളിൽ കൂടുതൽ ഫ്യൂച്ചറിൽ ജീവിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതായത് നമ്മുടെ ഭൂമിയുടെ ചുറ്റും ഒരു സാധനം ഇങ്ങനെ ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരു സ്പേസ് ലാബ് ഇങ്ങനെ ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ പേരാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. ഇതിനു മുമ്പ് ഞാൻ വീഡിയോസിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ സമയം സ്പേസിൽ സ്പെൻഡ് ചെയ്ത ഒരാളാണ് ഇദ്ദേഹം. അപ്പൊ നമ്മുടെ ISS എന്ന് പറയുന്ന ഈ ഒരു സംഭവം നമ്മുടെ ഭൂമിയുടെ ചുറ്റും ഓരോ 90 മിനിറ്റും ഒരു പ്രാവശ്യം വെച്ച് ചുറ്റിക്കൊണ്ടിരിക്കും. അത് ഭയങ്കര സ്പീഡിലാണ് ഈ സംഭവം നമ്മുടെ ഭൂമിയുടെ ചുറ്റും ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ നിങ്ങൾ ഇവിടെ ആലോചിച്ച് നോക്കാം. ഒരു സംഭവത്തിന്റെ സ്പീഡ് കൂടുന്നതനുസരിച്ച് ആ സംഭവത്തിന്റെ സമയം കുറഞ്ഞു വരും വിത്ത് റെസ്പെക്ട് ടു ആൻ ഒബ്സർവർ. ഓക്കെ, ഇവിടെ ഒബ്സർവർ നമ്മുടെ ഭൂമിയിൽ നിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ കൺസിഡർ ചെയ്യാം. അപ്പൊ ഇദ്ദേഹം ഏകദേശം 803 ദിവസം ഈ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നമ്മുടെ ഭൂമിന് ചുറ്റും ഓരോ 90 മിനിറ്റിങ്ങനെ വെച്ച് ഇങ്ങനെ ഓർബിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അതായത് ഭയങ്കര ഹൈ സ്പീഡിൽ ഇങ്ങനെ ഭൂമിന് ചുറ്റും ചുറ്റിക്കൊണ്ടിരുന്നു. അപ്പൊ ഇവിടെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവാൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇദ്ദേഹത്തിന്റെ സമയം നമ്മുടെ ഭൂമിയിൽ നിൽക്കുന്ന ആൾക്കാരുടെ സമയമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ കുറച്ച് സ്ലോ ആയിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം നമ്മളെക്കാളും ഫ്യൂച്ചറിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഫ്യൂച്ചർ എന്നൊക്കെ പറയുമ്പോൾ ഒരു വർഷം 2 വർഷം ഫ്യൂച്ചറിലേക്കൊന്നല്ല, വെറും 0.02 സെക്കൻഡ്സ് ഫ്യൂച്ചറിലാണ് ഇദ്ദേഹം ജീവിക്കുന്നത്. അപ്പോ പ്രാക്ടിക്കലി പറയുകയാണെങ്കിൽ, സയന്റിഫിക് ലോസ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇദ്ദേഹം ഒരു ടൈം ട്രാവലർ തന്നെയാണ്. നമ്മളേലും കൂടുതൽ ഒരു 0.02 സെക്കൻഡ്സ് ഫ്യൂച്ചറിലാണ് ഇദ്ദേഹം ജീവിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരാൾക്കെങ്കിലും സംശയം ഉണ്ടാവും, ഞാനിപ്പോ ഈ പറഞ്ഞ ഈ വെലോസിറ്റി കൂടുമ്പോൾ ഈ സമയത്തിന്റെ ഡിഫറൻസ് അതൊക്കെ ശരിക്കും ഉള്ളതാണോ എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന്റെ ഒരു മേജർ പ്രൂഫ് ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഭൂമിയിൽ മിഡിൽ എർത്ത് ഓർബിറ്റിൽ ഒരുപാട് സാറ്റലൈറ്റ് ഇങ്ങനെ ഉണ്ട്. അതിനാണ് നമ്മൾ GPS എന്നൊക്കെ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ GPS സാറ്റലൈറ്റ് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഭൂമിയുടെ ചുറ്റും ഹൈ സ്പീഡിലാണ് ഓർബിറ്റ് ചെയ്യുന്നത്. ഇത്രയും സ്പീഡിൽ ഈ സാറ്റലൈറ്റ്സ് നമ്മുടെ ഭൂമിയുടെ ചുറ്റും ഇങ്ങനെ ഓർബിറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ആ ഒരു സമയവും നമ്മുടെ ഭൂമിയിലത്തെ സമയവും തമ്മിൽ സിങ്ക്രണൈസ്ഡ് അല്ല, ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. ഇത് വരാൻ കാരണം ഇവിടുത്തെ വെലോസിറ്റി ടൈം ഡയലേഷൻ കാരണമാണ്. അപ്പൊ നമ്മുടെ GPS സാറ്റലൈറ്റ്സിന്റെ സമയവും നമ്മുടെ ഭൂമിയിലത്തെ സമയവും കൂടി കറക്റ്റ് സിങ്ക്രണൈസ്ഡ് ആണെങ്കിൽ മാത്രമാണ് നമ്മുടെ ഫോണിലെ ലൊക്കേഷൻ ഒക്കെ എടുക്കുമ്പോൾ നമ്മുടെ ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് കാണിക്കുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ ചെറിയൊരു പോയിന്റ് ഡെസിമൽ വ്യത്യാസമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്റെ ലൊക്കേഷൻ ഇപ്പൊ ആലുവയിൽ ചിലപ്പോൾ എറണാകുളം ഒക്കെ ആയിരിക്കും കാണിക്കുന്നത്. കാരണം ഈ ചെറിയ ഡെസിമൽ പ്ലേസസ് ഒക്കെ നമ്മുടെ ഭൂമിയിലേക്ക് ഇങ്ങനെ ഇത്രയും ദൂരം വെച്ച് ട്രാവൽ ചെയ്യുമ്പോൾ അതിങ്ങനെ മാഗ്നിഫൈ ആവും, അത് വലിയൊരു ഡിസ്റ്റൻസിലേക്ക് കവറപ്പ് ആവും. അപ്പൊ ഈ ഒരു വെലോസിറ്റി ടൈം ഡയലേഷൻ മൂലം ഉണ്ടാവുന്ന ആ സമയത്തിന്റെ ഡിഫറൻസിനെ കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ GPS സാറ്റലൈറ്റ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വെലോസിറ്റി ടൈം ഡയലേഷനും ഗ്രാവിറ്റേഷൻ ടൈം ഡയലേഷൻ എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ ശരിക്കും ഉള്ള ഒരു കാര്യം തന്നെയാണ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ തെളിയിക്കപ്പെട്ട പ്യുവർ ഫിസിക്സ് ആണ്.
ഞാൻ ഈ പറഞ്ഞ ടൈം ട്രാവലറിന്റെ സിറ്റുവേഷനിലും ഈ GPS-ന്റെ സിറ്റുവേഷനിലും ഗ്രാവിറ്റേഷണൽ ടൈം ഡയലേഷനും ആക്ട് ചെയ്യുന്നുണ്ട് വെലോസിറ്റിയുടെ ഒപ്പം. പക്ഷെ ബാക്കിയുള്ള ഒരു സംഭവത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഭൂമിയുടെ ഗ്രാവിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് ഈ ഒരു സംഭവത്തെ നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റും. അതായത് ഗ്രാവിറ്റേഷൻ ടൈം ഡയലേഷൻ എന്നുള്ള ആ ഒരു ഫാക്ടർ നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ഏറ്റവും കൂടുതൽ ആക്ട് ചെയ്യുന്നത് വെലോസിറ്റി ടൈം ഡയലേഷൻ മാത്രമാണ്. ഗ്രാവിറ്റേഷൻ ടൈം ഡയലേഷനെ പറ്റിയിട്ട് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമുക്കറിയാവുന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ മിസ്റ്റീരിയസും ഏറ്റവും കൂടുതൽ ഗ്രാവിറ്റി ഒക്കെ ഉള്ള ഒരു സംഭവമാണ് ബ്ലാക്ക് ഹോൾസ് എന്ന് പറയും, അല്ലെ? അപ്പോൾ ബ്ലാക്ക് ഹോൾസിനെ പറ്റി ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ അകത്തൊന്നും ഞാൻ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടില്ല. അത് മിക്കവാറും ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. അതായത് തിയറിറ്റിക്കലി എങ്ങനെയാണ് ഒരു ബ്ലാക്ക് ഹോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തതെന്നും ആ തിയറി എങ്ങനെയാണ് റിയാലിറ്റി ആയതെന്നുള്ള ഒരു സംഭവമായിരിക്കും ഞാൻ അടുത്ത വീഡിയോയിൽ പറയാൻ പോകുന്നത്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും. അപ്പോൾ ബ്ലാക്ക് ഹോൾ അടുത്തേക്ക് ഒരു ഒബ്ജക്റ്റ് പോവുകയാണെങ്കിൽ ആലോചിക്കുക, ബ്ലാക്ക് ഹോൾ ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും എക്സ്ട്രീം ഗ്രാവിറ്റേഷണൽ മാസിന്റെ അടുത്തേക്ക് ഒരു സംഭവത്തിന്റെ അടുത്തേക്ക് ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ പോവുകയാന്ന് വെച്ചോ, ആ ഒബ്ജക്റ്റിന്റെ സമയം ഈ ബ്ലാക്ക് ഹോൾ അടുത്തേക്ക് അടുക്കും തോറും ഇങ്ങനെ സ്ലോ ആയിക്കൊണ്ടിരിക്കും. പക്ഷെ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക, ഈ ബ്ലാക്ക് ഹോൾ അടുത്തേക്ക് പോകുന്ന ആൾക്ക് ഈ ഒരു സമയം സ്ലോ ആവുന്ന കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല. അദ്ദേഹത്തിന്റെ സമയം അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വാച്ചും കാര്യങ്ങളൊക്കെ നോർമൽ ആയിട്ട് തന്നെ ആയിരിക്കും ടിക്ക് ചെയ്യുന്നത്. അതായത് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വാച്ചൊന്നും ഇങ്ങനെ സ്ലോ ആയിട്ട് ഇങ്ങനെ പോവില്ല. ആർക്കായിരിക്കും സ്ലോ ആയിട്ട് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇവന്റ്, അതായത് ഇയാൾ ഈ ബ്ലാക്ക് ഹോൾ അടുത്തേക്ക് പോകുന്ന ഒരു ഇവന്റ് പുറത്തുനിന്ന് ദൂരെ നിന്ന് ഒരാൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ആ ഒരാൾക്കായിരിക്കും ഇയാളുടെ സമയം ഇങ്ങനെ സ്ലോ ആയിക്കൊണ്ടിരിക്കുന്നതായിട്ട് ഇങ്ങനെ ഒബ്സർവ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ റിലേറ്റീവ് ആയിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യത്തിനാണ് ഗ്രാവിറ്റേഷണൽ ടൈം ഡയലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇനിയിപ്പോ ബ്ലാക്ക് ഹോൾ അടുത്തേക്ക് എത്തി, ഇനി ബ്ലാക്ക് ഹോൾ അകത്തേക്ക് വീണ് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ബ്ലാക്ക് ഹോളിലെ ആ ഒരു പോയിന്റ് ഓഫ് എൻട്രി, ആ ഇവന്റ് ഹൊറൈസനും അതിനെയൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ്, വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ ഞാനത് പറഞ്ഞുതരാം. നാളത്തെ വീഡിയോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണത് എന്താ വെച്ചാൽ ബ്ലാക്ക് ഹോൾസ് എങ്ങനെ തിയറിറ്റിക്കലി നമ്മൾ ഉണ്ടാക്കിയെടുത്തു. അതായത് ഒരുപാട് ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ സോൾവ് ചെയ്തെടുത്തപ്പോൾ സ്പേസിൽ ഒരു ബ്ലാക്ക് ഹോൾ എന്നുള്ള ഒരു സംഭവം ഉണ്ടാവാനുള്ള ഒരു ടെൻഡൻസി തിയറിറ്റിക്കലി നമ്മൾ ഉണ്ടാക്കിയെടുത്തു. നമ്മള് ഒരുപാട് ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ നമ്മൾ മനുഷ്യർ ഉണ്ടാക്കിയെടുത്ത ആ ബ്ലാക്ക് ഹോൾസ് എന്ന് പറഞ്ഞ ആ ഒരു സംഭവത്തിന്റെ തിയറി ശരിക്കും റിയാലിറ്റി ആണ് നമുക്ക് 2016 ആയപ്പോഴാണ് മനസ്സിലായത്. അതായത് നമ്മൾ ഈ ലോകത്തിലത്തെ നമ്മുടെ ഹ്യൂമാനിറ്റിയുടെ ആദ്യത്തെ ബ്ലാക്ക് ഹോളിലെ ഫോട്ടോഗ്രാഫ് എടുത്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. അതായത് നമ്മുടെ തിയറീസ് ഒക്കെ എക്സാക്ട്ലി കറക്റ്റ് ആയിരുന്നു എന്നുള്ളത്. അതിനെയൊക്കെ പറ്റിയിട്ടുള്ള വീഡിയോ ആയിരിക്കും ഞാൻ മിക്കവാറും നാളെ ചെയ്യുന്നത്. അപ്പൊ അത്രയൊക്കെയുള്ളൂ. ഞാൻ ഈ വീഡിയോയിൽ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ഞാൻ ഇതിനെയൊക്കെ പറ്റിയിട്ട് ഇതിന് മുമ്പ് ഒരുപാട് വീഡിയോസ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളാണ്. അതായത് വെലോസിറ്റി ടൈം ഡയലേഷൻ ഒക്കെ പറഞ്ഞ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അപ്പൊ നാളത്തെ വീഡിയോ നല്ല രീതിയിൽ ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും ഞാൻ കാര്യങ്ങളൊക്കെ പറയുന്നത്. നാളത്തെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മിക്കവർക്കും നമ്മുടെ മനുഷ്യന്റെ ബ്രെയിനിന്റെ കപ്പാസിറ്റി എന്തോരം എന്നുള്ള കാര്യം ഒട്ടുമിക്കവർക്കും ഒരു നല്ലൊരു ഐഡിയ കിട്ടും. കാരണം അത് അതിനെപ്പറ്റി ഞാൻ പഠിച്ചപ്പോൾ എനിക്കുണ്ടായ ഒരു അത്ഭുതം എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അത് ഞാൻ നാളെ കറക്റ്റ് ആയിട്ട് പറഞ്ഞത്. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ടൈം ട്രാവലിനെ പറ്റിയിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ടൈം ട്രാവൽ ചെയ്തവരുണ്ട്, ഇതൊക്കെ ശരിക്കും റിയാലിറ്റി ആണോ, ഇതൊക്കെ സയൻസ് ഫിക്ഷൻ അല്ലേ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെ പറ്റിയിട്ട് ഞാൻ ചെറിയൊരു ഡീറ്റെയിൽ വീഡിയോ ഇട്ടെന്നുള്ളൂ. പിന്നെ നമ്മളൊരു സെക്കൻഡ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനകത്ത് ഇതേപോലെ നല്ല ഹൈ ക്വാളിറ്റി വീഡിയോസ് ആയിരിക്കും ഇടാൻ പോകുന്നത്. ആ ഒരു ചാനൽ നമ്മൾ സയൻസ് ടോപ്പിക്ക് മാത്രമല്ല എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലോകത്ത് നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടായിരിക്കും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിനി നാളത്തെ അടിപൊളി വീഡിയോ എടുക്കാം.